ഞാൻ 2 ദിവസത്തേക്കിന് എൻ്റെ വീട്ടിൽ വരെ വന്നതാണ് കേട്ടോ. രാവിലെ വന്നതുകൊണ്ട് തന്നെ ദാ പൊറോട്ടയും മുട്ടക്കറിയും കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടാണ് വന്നത്. വീട്ടിൽ പപ്പയും അമ്മയൊക്കെ ഉണ്ടായിരുന്നേ. അയിനൂസിന് പിന്നെ ദോശയാണ് കേട്ടോ കൊടുത്തത്. അത് കഴിഞ്ഞ് ദാ അതിന് അമ്പലത്തിലെ പ്രസാദവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ദാ അമ്മൂമ്മയും മോളും കൂടെ മീൻ മേടിക്കാൻ പോയി കേട്ടോ. പിന്നെ കുറച്ച് തുണി കഴുകിയതുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ദാ വെയിലത്ത് വിരിച്ചിടുവാണേ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം കിടന്നു കേട്ടോ. അയിനൂസ് പിന്നെ എൻ്റെ കൂടെ വെറുതെ വന്ന് കിടന്നതാണ് കേട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല ചൂരക്കറിയും കൂട്ടി ചോറും കഴിച്ചേ. പഴയ സിനിമയും കണ്ടുകൊണ്ടാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. പിന്നെയും ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും ദാ അമ്മ ചായയൊക്കെ ഇട്ട് എനിക്ക് ബൂസ്റ്റ് ഇട്ട ചായ, അയിനൂസിന് ഹോർലിക്സ് ഇട്ട പാലും ഏത്തയ്ക്ക പുഴുങ്ങിയതും ചിപ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ദാ വിളക്കൊക്കെ കത്തിച്ചേ. പിന്നെ രാത്രിയിലത്തേക്കിന് അമ്മ പരിപ്പേറിയും വെച്ച്. പിന്നെ അതൊക്കെ കൂട്ടി ചോറും കഴിച്ചേ. അന്ന് പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലായിരുന്നേ. പിന്നെ ദാ അടുത്ത ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് ദാ ഫ്രഷായി വന്നപ്പോഴത്തേനും അയിനൂസ് അവിടെ നിന്ന് പാല് കുടിക്കുകയാണ് കേട്ടോ. അമ്മയാണ് പാല് കൊടുക്കുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും അവൾക്ക് അമ്മ മതിയേ. പിന്നെ അപ്പ ദാ വിറകൊക്കെ അടുക്കി വെക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ദാ അയിനൂസിനെ ഞാൻ പല്ല് തേപ്പിക്കുകയാണ്. അയിനൂസിന് ഇപ്പോൾ തനിയെ പല്ല് തേക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. വീടിനകം ടൈലിടാൻ വേണ്ടി ടൈലൊക്കെ ഇറക്കി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ 2 ദിവസത്തിനകം പണിയും തുടങ്ങി. പിന്നെ ദാ ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അയിനൂസിന് രാവിലത്തെ കാപ്പി കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പുട്ടും ഏത്തയ്ക്ക പുഴുങ്ങിയതുമായിരുന്നേ. അങ്ങനെ അവൾക്കും കൊടുത്തു കഴിഞ്ഞ് ഞാനും കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോഴും എൻ്റെ ഫോണിൽ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നാണ് ഞാൻ കഴിക്കുന്നത്. കാപ്പിയുടെയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വെറുതെ ഇരുന്നേ. അത് കഴിഞ്ഞ് ഇന്നലെ കഴുകിയിട്ട തുണികളൊക്കെ ദാ മടക്കി വെക്കുകയാണ് കേട്ടോ. വീടിൻ്റെ വാർപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം ആയതേ ഉള്ളൂ കേട്ടോ. അതാണ് ഭിത്തിയിലൊക്കെ ഇങ്ങനെ സിമെൻറ്റ് കാണുന്നത്. ഇനി അവിടെ പെയിൻ്റൊക്കെ അടിക്കണം. പിന്നെ എനിക്ക് എപ്പോൾ വന്നാലും ഉള്ളതാണ് ഈ അലമാരി ഇരിക്കുന്ന തുണികളൊക്കെ എടുത്ത് ഒന്നും കൂടെ ഒന്ന് മടക്കി വെക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. പിന്നെ അതൊക്കെ മടക്കി വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ട തുണികളൊക്കെ എടുത്ത് വെക്കുവാണേ. ഇങ്ങനെയെല്ലാം കൈയോടെ എടുത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ മറന്നു പോകും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന തുണികളൊക്കെ എടുത്ത് ബാഗ് വെച്ച്. പിന്നെ ഞങ്ങളുടെ റൂമും ഒന്ന് വൃത്തിയാക്കി. ടൈലിൻ്റെ പണി ഉടനെ തുടങ്ങുന്നതുകൊണ്ട് തന്നെ പപ്പ ലെവലാക്കാൻ വേണ്ടി സിമെൻറ്റൊക്കെ ഇടിച്ചേ. പിന്നെ അമ്മ നെല്ലിക്ക ജ്യൂസും അടിച്ചു തന്നു കേട്ടോ. പിന്നെ അതൊക്കെ കുടിച്ച് അവിടെ ഇരുന്നപ്പോഴത്തേനും പിന്നെ അമ്മയ്ക്ക് കുറച്ച് തേങ്ങ തിരുമ്മി കൊടുക്കാമെന്ന് പറഞ്ഞ് അത് ചെയ്യുവാണ് കേട്ടോ. പിന്നെ അമ്മ അവിടെ ഇരുന്നൊരു കരിക്കൊക്കെ എടുത്ത് വെട്ടി തന്നേ. പിന്നെ അതിൻ്റെയും വെള്ളമൊക്കെ ഞങ്ങളിരുന്ന് കുടിച്ചു കേട്ടോ. പിന്നെ അയിനൂസിനെ അമ്മ കുളിപ്പിച്ച് കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പിരികമൊക്കെ വരച്ച് കൊടുക്കുവാണേ. ഒരുങ്ങാനൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവിടെയൊക്കെ അടങ്ങിയിരുന്നോളൂ. പിന്നെ പിരികം വരച്ച് കഴിഞ്ഞാൽ ഉടനെ അവൾക്ക് മുടിയും കെട്ടി കൊടുക്കണേ. അങ്ങനെ മുടിയൊക്കെ ചീക്കൊണ്ടിരുന്നപ്പോഴത്തേനും തലയിലിരുന്ന റബ്ബർ ബാൻഡ് ഫുള്ളെടുത്ത് കയ്യിലിടുക. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചോറും കഴിക്കായിരുന്നു കേട്ടോ. ചോറിന് ഉടച്ചുകറിയൊക്കെ ആയിരുന്നേ. പിന്നെ അമ്മ പപ്പയുടെ മുണ്ടിന് ഉജാല മുക്കിയപ്പോഴത്തേനും ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അയിനൂസ് പിന്നെ ഉറക്കമായി. ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നത് മേളത്തെ വീട്ടിൽ തയ്ക്കാൻ കൊണ്ട് കൊടുക്കുവാണ്. പിന്നെ വന്നത് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുവാണ് കേട്ടോ. അപ്പോഴും അയിനൂസ് ഉറക്കമായിരുന്നു. അങ്ങനെ ഞാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അയിനൂസിനെയും വിളിച്ചുണർത്തി കുളിപ്പിച്ചത് ഒരുക്കുവാണ് കേട്ടോ. പിന്നെ ടാറ്റാ പാന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉറക്കമാണെങ്കിലും സാറ് ചാടി എഴുന്നേക്കുവേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങൾ 3 പേരും കൂടെ അമ്പലത്തിൽ പോകാൻ കേട്ടോ. ഇവിടുത്തെ വയലേക്കൂടാണ് അമ്പലത്തിൽ പോകുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് എത്താം കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് കാര്യത്തിനും അമ്മ മതി കേട്ടോ അയിനൂസിന്. അങ്ങനെ അമ്മൂമ്മ എടുത്താൽ മതി എന്ന് പറഞ്ഞ് അമ്മയാണ് കേട്ടോ എടുത്തുകൊണ്ട് വന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കടയിലും കയറി കുറച്ച് സാധനങ്ങളും മേടിക്കണമായിരുന്നേ. സൂര്യഗ്രഹണം ആയതുകൊണ്ട് തന്നെ 7:30 നട തുറക്കത്തുള്ളായിരുന്നു. ഞങ്ങൾ അറിയാതെ പോയതായിരുന്നു. 6:30 ആയപ്പോഴും ഞങ്ങൾ അവിടെ എത്തി. പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ടി വന്നു. പിന്നെ അമ്പലത്തിലും കയറി തൊഴുത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് അമ്പലത്തിൽ നിന്ന് കുറച്ച് പ്രസാദം കിട്ടിയായിരുന്നേ. അതും കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും വിഷു ബേബിയൊക്കെയും വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ചേച്ചി കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ വർത്താനവും പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചോറൊക്കെയും കഴിച്ച് കുറച്ച് പാത്രം ഉണ്ടായിരുന്നേ കഴുകി വെച്ചാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.